കൊല്ലപ്പെട്ട BSP നേതാവ് കെ ആംസ്ട്രോങ്ങിന്റെ സംസ്കാരം ഓഫീസ് പരിസരത്ത് വേണ്ടെന്ന് മദ്രാസ് ഹൈക്കോടതി. മൃതദേഹം വില്ലിവാക്കം പഞ്ചായത്തിലെ സ്വകാര്യ ഭൂമിയിലാകും സംസ്കരിക്കുക. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, വലിയ പ്രശ്നമാണ് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പോലും ഉടലെടുത്തിരുന്നത്. ഭാര്യ നൽകിയ ഹർജിയായിരുന്നു. അങ്ങനെയാണ് സംസ്കാരം പറ്റില്ല എന്നുള്ളൊരു കാര്യം മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നത്. ഓഫീസ് പരിസരത്ത് ഇതിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു സമവായം ഉണ്ടായിരിക്കുന്നത്? ബന്ധുക്കളും പ്രവർത്തകരും ഒക്കെ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഒപ്പം ഈ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു? പൂജ, ഈ വിഷയത്തിൽ വലിയ സംവാദം തന്നെയാണ്, അല്ലെ വലിയ വാദം തന്നെയാണ് മദ്രാസ് ഹൈക്കോടതിയിൽ നടന്നത്. ഏറ്റവും പ്രധാനം, നഗരപരിധിക്കുള്ളിൽ, അതായത് ജനവാസ മേഖലയ്ക്കുള്ളിൽ സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. അതായത് BSP ഓഫീസ് ഈ നഗരത്തിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ സംസ്കാരം നടത്തണമെന്നാണ് ആവശ്യം. പക്ഷേ നഗരപരിധിയിൽ ഇതെങ്ങനെ നടത്തും എന്നുള്ള ഒരു ചോദ്യമാണ് കോടതി ഉന്നയിച്ചത്. ഏതായാലും ഈ ഇതിന് വിട്ട്, ചെന്നൈ ഈ ജില്ല വിട്ട് തൊട്ട് അപ്പുറത്തുള്ള വില്ലുവാക്കത്ത് ഉള്ള സ്വകാര്യ ഭൂമിയിൽ സംസ്കാരം നടത്താമെന്നുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ഏതായാലും അതിനനുസരിച്ചുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വിലാപയാത്രയായിട്ട് മൃതദേഹം അവിടേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. BSP ദേശീയ അധ്യക്ഷ മായാവതി ഉൾപ്പെടെ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളെല്ലാം തന്നെ അവർ കാണുകയും ചെയ്തു. കേസിൽ ഇന്നലെ 10 പേരെ പിടികൂടിയിരുന്നു. അതായത് ഗുണ്ടാ കുടിപ്പകയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. 2023 കൊല്ലപ്പെട്ട ആർക്കോട്ട് സുരേഷ് എന്നുള്ള കുപ്രസിദ്ധ ഗുണ്ടയുടെ മരണത്തിൽ ആംസ്ട്രോങ്ങിന് കൂടി പങ്കുണ്ട് എന്നുള്ള ഒരു ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതിലുള്ള കുടിപ്പകയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഏതായാലും അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യമാണ് BSPയും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ദളിത് സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്നത്. ഏതായാലും ദളിത് സംഘടനകളുടെ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ചെന്നൈ നഗരത്തിൽ നടക്കുന്നത്. ശരി ശ്രീധരൻ.